ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. അത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാനിങ്ങെടുക്കുക, അവരിത്തവണ തരും, തന്നിരിക്കും, ഞാൻ എടുത്തിരിക്കും. ദ ലാസ്റ്റ് ആസ്കിങ് ഫോർ ഫേവേഴ്സ് ഫ്രം ഓർ ബെനവലൻസ് ഫ്രം ആയുഷ്മാൻ ഭാരത് ഷുഡ് ബി റെൻഡേഡ്. അതിന് തടസ്സം നിൽക്കുന്നവരെ അവരുടെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക തന്നെയുള്ളൂ മാർഗം. തമിഴ്നാടിനെ പോലെയെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പറ്റണം. മന്ത്രി വന്ന് എത്രയോ കാലമായിട്ട് പണി തീർന്നിട്ടും തുറക്കാതിട്ടിരുന്ന ഗുരുവായൂരിലെ ഒരു പാർക്കിംഗ് കോംപ്ലക്സിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടൊരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും അതിനൊന്നും ഉത്തരം തരാൻ മനസ്സില്ല എന്ന് പറയുന്ന അത്രയും മലിനമായിരിക്കുന്നു കോഓപ്പറേറ്റീവ് ഫെഡറലിസം. തൃശ്ശൂരിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, നമ്മുടെ സുരേഷ് ചേട്ടനാണ് ഇന്നൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്തേ. 2019, 2021, 2024 എനിക്കൊന്ന് ആദ്യം 1,00,000, പിന്നെ അത് 3,000-ലേക്ക്, ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുകയല്ല, അതാണ് കിട്ടുന്ന ഒരു പൾസാണ്. ഈ പറഞ്ഞ പോലെ മറ്റ് കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥാനാർത്ഥി ചേട്ടനാണ്. ഈ വിമർശനങ്ങൾ ഇല്ല, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അത് നല്ലതാണെന്ന് തോന്നുന്നു. വളം അത് തന്നെയാണ് ആണല്ലേ, അതിൻ്റെ ഒരു എനർജിയല്ല, ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു എത്രമാത്രം എതിർചേരികളെ പിന്തുണയ്ക്കുന്നവർക്ക് ഭയപ്പാടുണ്ടെന്നും എത്രമാത്രം അവർ ഫോക്കസ്ഡായിട്ട് ഇത് പ്ലാൻ ചെയ്ത് വരുന്നു എന്നുള്ളതും അതിൽ കുതന്ത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അത് മതി, അതിന് ബലം കൂടുക. എന്നാലും മാനസികമായിട്ട് ഇത്തരം ഇല്ല, അത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ടൈംഡ് ആൻഡ് ടോൺഡ്, പക്വതയല്ല, ടൈംഡ്. മുമ്പുണ്ടായിരുന്ന തൃശ്ശൂരല്ല ഇപ്പം, അതായത് മീൻസ് ഇവിടെ ആദ്യം വരുമ്പം ഇപ്പം എനിക്കൊന്ന് തിരുവനന്തപുരത്തേക്കാളും ഒരുപക്ഷെ കൊല്ലത്തേക്കാളും ഒക്കെ കയ്യിലെ വെള്ള പോലെ എല്ലാം അറിയാം അല്ലേ? അല്ല, അങ്ങനെയല്ല. കേരളത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 6 വർഷത്തെ രാജ്യസഭ MP എന്ന നിലയ്ക്കുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പ്രദേശങ്ങളുമായിട്ടും ആ പ്രതലങ്ങളുടെ എല്ലാം വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു കത്ത് മുഖേനയെങ്കിലും അവസാനത്തെ പഞ്ചായത്തിൽ നിന്നോ അവസാനത്തെ വാർഡിൽ നിന്നോ ഒക്കെ വ്യഥകളും വേദനകളും യാതനകളുമൊക്കെ എത്തിയിട്ടുണ്ട്. അത് വിഷയങ്ങളെന്ന് പറയുന്നത് ആയിരക്കണക്കിന് വിഷയങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അതൃപ്തിയുടെ പരിച്ഛേദം വളരെ ശക്തമായിട്ടറിയാം, തൃപ്തിയുടെ. അപ്പോൾ ആ തൃപ്തിയിൽ പോലും നമുക്ക് പൂർണ്ണത എന്ന് പറയുന്നത് നേടിക്കൊടുക്കാനാവും എന്ന് പറയുന്ന ഒരു ആർജവമാണ് ഈ തെര്യപ്പെടുത്തലുകളിൽ നിന്നെല്ലാം രൂപപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ. എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്ര ഭരണ നൈപുണ്യത്തിനും അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതിന് ഒരു വഴി ഒരുക്കാനായി ഒരു ഗേറ്റോ ഡോറോ ഒരു ജനാലയെങ്കിലും ഒന്ന് തുറന്ന് കടക്കാൻ സാധിക്കണം. അതിപ്പോൾ തിരുവനന്തപുരമായാലും ശരി തന്നെ, ആലപ്പുഴ, പത്തനംതിട്ട, അങ്ങനെയുള്ള കാസർഗോഡ്, അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ നമുക്ക് ശക്തമായി ഒരു ലാഞ്ചനയോടെ നിൽക്കുന്നുണ്ട്. ആ ലാഞ്ചനയെല്ലാം മാറി വളരെ ഉന്നമനത്തിലേക്ക് പാർട്ടിയുടെ സ്ഥാപനവും ഇവിടെ ശക്തമാവുക, അതുവഴി ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നേരിട്ട് ഇടപഴകാനും ഇടപെടാനുമുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുക. അതുതന്നെയാണ് ഇലക്ഷൻ പ്രചരണത്തിലൂടെ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിനാകെ വേണ്ടുന്ന ഒരു പിന്തുണ എത്രയാണ്, കേന്ദ്ര ഭരണ നൈപുണ്യത്തിൻ്റെ പിന്തുണ എത്രയാണ്, അതിൻ്റെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക. തമിഴ്നാടിനെ പോലെയെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് പോലും താരതമ്യപ്പെടുത്തുകയല്ല, പക്ഷേ ഒരു ഡ്യൂ ഷെയർ നമുക്കിവിടെ
ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പറ്റണം. ഇപ്പോൾ ജൽമിഷൻ്റെ തന്നെ എന്താണ് തളർച്ച? അപ്പോൾ അത് ചോദിക്കാൻ നമുക്കാരുമില്ല. കേന്ദ്രഭരണത്തിന് ആരുമില്ല ഇവിടെ. മന്ത്രി വന്ന് എത്രയോ കാലമായിട്ട് പണി തീർന്നിട്ടും തുറക്കാതിട്ടിരുന്ന ഗുരുവായൂരിലെ ഒരു പാർക്കിംഗ് കോംപ്ലക്സിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടൊരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും, ഒരു മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പോലും, ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പോലും അതിനൊന്നും ഉത്തരം തരാൻ മനസ്സില്ല എന്ന് പറയുന്ന അത്രയും മലിനമായിരിക്കുന്നു കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ രാഷ്ട്രീയ ബലം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കണം. രാഷ്ട്രീയ ബലം എന്നത് രാഷ്ട്രീയ കക്ഷിയുടെ ഭരണ ഇതര മേഖലകളിലുള്ള ഒരു ഇടപെടലിന് ശക്തി കൂടേണ്ടിയിരിക്കും. ചേട്ടൻ ഒരിക്കലും വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ല, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ഈ തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം? അല്ല, ഒരു മെട്രോയുടെ കാര്യം ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്നത്, ആദ്യം മുതലേ പറയുന്നതാണ്. അത് ഒരു ഫീസിബിൾ ഐഡിയ ആണ്. അത് ഒരുപക്ഷെ സ്ഥാപിതമായ കൊച്ചി മെട്രോയുടെ ഒരു എക്കണോമിക് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിക്ക് വലിയ താങ്ങാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സെൻസിബിലിറ്റി ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. കാരണം 3 സ്റ്റേറ്റ് വഴിയാണ് ഡൽഹി മെട്രോ പോകുന്നത്. ബംഗളൂരു മെട്രോവിൻ്റെ നമ്മ മെട്രോ, അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കണം, എത്ര കിലോമീറ്റർ ആണെന്ന്. നമ്മളിത് കൊച്ചി പട്ടണത്തിനകത്ത് കിടന്ന് ചുറ്റിക്കളിക്കുന്നത് കൊണ്ട് ഒരു സ്ഥാപന ഉദ്ദേശം പോലും അതിൻ്റെ ഒരു 10% നമ്മൾ തൊടില്ല. അപ്പോൾ അതിനെന്താണ് സാധ്യതയെന്ന് നോക്കിയാൽ, ഡൽഹിയിലെ പോലെ തന്നെ എയർപോർട്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നാൽ ഒരു വണ്ടി ഓടി വന്ന് കാലിയായി തിരിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് വരെ ഒരു വലിയ മറുപടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ ഒരിക്കലും കൊണ്ടുവന്ന് കഴിക്കാനുള്ളത് നാവിൻ്റെ രുചി എന്ന് കരുതി തൊണ്ടയ്ക്ക് വെച്ച് കെട്ടി നിർത്താറില്ല. അത് പൂർണ്ണമായിട്ട് ദഹന കേന്ദ്രത്തിലെത്തി അത് ദഹിപ്പിച്ച് അതിന് ഒരു ഡെസിക്രേറ്റഡ് ഫോമിൽ പുറത്ത് തള്ളുന്നത് വരെ എന്ന് പറയുന്നത് പോലും വളമാകണം, അല്ലേ? അപ്പം മെട്രോയ്ക്ക് അങ്ങനൊരു ചിന്താഗതി വരണം. സ്റ്റേറ്റിന് നമുക്ക് വേറെ എന്ത് ഫാക്ടർ വെച്ചും നമുക്ക് ഡിവൈഡ് ചെയ്യാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ആ ബാരിയേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാനൊക്കത്തില്ല. എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയുന്നതാണ് അവകാശം, അല്ലാതെ തമിഴ്നാടിൻ്റെ അവകാശം, കേരളം എൻ്റെ അവകാശം, അങ്ങനെയില്ല. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആവണം അതിൻ്റെ ലോജിസ്റ്റിക്സ് എന്നുണ്ടെങ്കിൽ അത് വർക്ക്മാൻഷിപ്പ് തുടങ്ങി ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്പർ ഗ്രേഡ് ആൾക്കാർക്ക് വരെ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നതിലെ സൗഖ്യം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്ന് അതിൽ നിന്നുള്ള വിറ്റ് വരുമാനത്തിൻ്റെ ഷെയർ പറ്റുമ്പോഴാണ് കേരള ഗവൺമെൻറ് ഒരു ബിൽ കളക്ടേഴ്സ് അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സ് പദവിയിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരു മണി ജനറേറ്റിംഗ് ഗവൺമെൻറ്റായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ മാത്രം പണിത് ഇൻവെസ്റ്റേഴ്സ് വരണമെങ്കിൽ എന്താണ് അവിടുത്തെ മൊബിലിറ്റിയിലുള്ള ലോജിസ്റ്റിക്സിലുള്ള എന്താണ് സപ്പോർട്ട് തരുന്നത്? അപ്പോൾ അതിന് ദേശീയ ഭരണ നൈപുണ്യത്തിൻ്റെ പദ്ധതികളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട്, ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പൂർണ്ണമായിട്ട് ദ ലാസ്റ്റ് ആസ്കിങ് ഫോർ ഫേവേഴ്സ് ഫ്രം ഓർ ബെനവലൻസ് ഫ്രം ആയുഷ്മാൻ ഭാരത് ഷുഡ് ബി റെൻഡേഡ്. അതിന് തടസ്സം നിൽക്കുന്നവരെ അവരുടെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുക തന്നെയുള്ളൂ മാർഗം. ഇത് നടപ്പിലാക്കും ഉറപ്പായിട്ടും ഈ തൃശ്ശൂർ മെട്രോ എന്നല്ല പറയുന്നത്, അത് സ്വപ്നമാണ്. അതിന് സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ഇൻ്ററിം ബഡ്ജറ്റ് വരെ തെളിയിച്ചു. എക്സ്റ്റൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് മെട്രോ റെയിൽ സിസ്റ്റംസ് എന്ന് പറയുന്നതിനകത്ത് ഇൻ്റർസ്റ്റേറ്റ് കണക്ടിവിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കമേഴ്ഷ്യൽ ഹബ്ബാണ്. കൊച്ചിയേക്കാൾ വിപുലമായ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ വിസ്തൃതിയും അതുപോലെയുണ്ട്, കോയമ്പത്തൂരാണ്. ആ കോയമ്പത്തൂർ ക്യാൻ ഹാവ് ആൻ എക്കണോമിക് കണക്ട് വിത്ത് കേരള ത്രൂ കൊച്ചി മെട്രോ. അതൊരു വലിയ സാധ്യതയാണ്. അത് യാഥാർത്ഥ്യമായി മാറട്ടെ. മുമ്പായിട്ട് ഇന്നലെ ബോച്ചയുടെ ഒരു ഇതുണ്ടായിരുന്നു മറ്റേ അവർ, അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും സാധിച്ചു? ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാം അവസാന നിമിഷമെത്തും. അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ 16-ാം തീയതിയാണ്. ഇന്നിപ്പം 7 കഴിഞ്ഞു. എല്ലാ വിഷയങ്ങളും എൻ്റെ അടുത്ത് അവസാന നിമിഷമാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര
ഇലക്ഷൻ പ്രോസസ്സും നടക്കുന്നു, മിനിസ്ട്രീസ് ഒന്നും ഫുൾ പവറിൽ വർക്ക് ചെയ്യുന്നില്ല. വളരെ എസെൻഷ്യലായിട്ടുള്ള ഹോം, എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതൊക്കെയാണ് ഇപ്പോഴും ഓഫീസുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാം ഗവൺമെൻറ് സെക്രട്ടറി ലെവലിലുള്ള ഓപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിനിസ്റ്ററെ വിളിച്ച് മിനിസ്റ്റർക്ക് അതിനകത്ത് ഇടപെടാൻ, കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ മേഖലയിലാണ്. ഇലക്ഷൻ്റെ പ്രചരണവുമായിട്ട് അത് ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കൂടുതൽ വലിയ അടുപ്പമാക്കി മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ സമയമില്ല എന്നല്ല, പക്ഷേ നമുക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറൈസ്ഡാണ്. എനിക്ക് തന്നെയും, ഞാൻ ചെറിയ ആളാണ്, അപ്പോൾ ഞാൻ ഈ ഇലക്ഷൻ വർക്കിൻ്റെ തന്നെ നല്ല പൊള്ളലിലാണ്. അതിനിടയ്ക്ക് ഇതിനോടുക, ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആകെയുള്ളൊരു ബലമെന്ന് പറയുന്നത് ഒരു 67 രാജ്യങ്ങളിൽ അന്ന് കോവിഡ് കാലത്തുണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് ടേബിളിലെ അംബാസഡർ തുടങ്ങി അവിടുത്തെ സെക്കൻഡ് സെക്രട്ടറി വരെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു റാപ്പോ ഉണ്ട്. അതിലാരെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് വീണ്ടും അത് അങ്ങനെ ഒരു ഗ്രേഷ്യസ്നെസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ അതുകൊണ്ട് സൗദി അംബാസഡറുമായിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വരട്ടെ, അതൊന്നും സംഭവിക്കട്ടെ അല്ലേ. എനിക്കൊന്ന് ഈ 4-ാം തീയതിയാണ് നമ്മുടെ പത്രിക സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടികളുടെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഭയവിഹലതകളൊക്കെ അതിനകത്തുണ്ടോ? ഇല്ല, ഡു ഓർ ഡൈ, അത്രേ ഉള്ളൂ. അല്ല, ഒരു ടെൻഷൻ, അതിൻ്റെ ജയത്തെ പരാജയമല്ല ഞാൻ പറഞ്ഞത്. ഒരു സമർപ്പിക്കുക എന്ന് പറയുന്നതിന് ഒരു അല്ല, അത് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ തമ്പുരാട്ടി വന്നു, ഞാൻ അതിൻ്റെ കൃത്യമായ ഒരു മകൻ, ഒരു പൗരൻ, ഒരു സഹോദരൻ, ഒരച്ഛൻ, അമ്മാവൻ, ഈ സ്ഥാനങ്ങളുടെ എല്ലാം മാന്യത കീപ്പ് ചെയ്തു. അമ്പലത്തിൽ വന്നു, നെട്ടിശ്ശേരി അമ്പലത്തിൽ വന്നു. അവിടെ അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ചില കണക്റ്റുകളുണ്ട്. ഇത് 2ാം തവണയാണ് അമ്മ അവിടെ വരുന്നത്. വന്നപ്പോൾ കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഒന്ന് വെയിറ്റ് ചെയ്തു. അനുഗ്രഹം മാത്രം, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനകൾ അതെപ്പോഴും ഉണ്ടാവില്ലല്ലോ. സംസ്കൃതത്തിലെ ചില ഉപദേശങ്ങൾ, അതിൻ്റെ വിവർത്തനം, അത്രയൊക്കെ. ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് കളക്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളാണ്. അവിടെ അതിൻ്റെ കൃത്യം മര്യാദകളെല്ലാം പാലിച്ച് തന്നെ 12-നും 12:20-നും ഇടയ്ക്കാണ് അവർ ഞങ്ങൾക്ക് സമയം തന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ആ സമയം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് 11:55-ന് കയറിയിരുന്നത്. അപ്പോൾ 11:55 മുതൽ 12:05 വരെയും ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാനേ പറ്റും. 12-നും 12:20-നും ഇടയ്ക്ക് സമർപ്പിക്കാം എന്നാണ് കളക്ടർ നമുക്ക് സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് 12:01 റെഡിയാണെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു വന്നു. അതെല്ലാം അതിൻ്റെ ചിട്ടപ്രകാരം നടക്കും. ഈ എല്ലാ മണ്ഡലങ്ങളും ഒരു കൃത്യമായിട്ട് ധാരണയുള്ള നമ്മുടെ BJPയുടെ ഒരു സാധ്യത എന്താണ് ഇത്തവണ? പാർട്ടിയുടെ അണികളുടെ ധാരണയാണ് വലുത്. എൻ്റെ ധാരണ ഒരു 25 വർഷം പോയാലും കാരണം ഓരോ ബൂത്തിൻ്റെയും ചുമതലയുള്ള ആൾ ഇനി മാറി മാറി വന്നാലും ഒരു ബാറ്റൺ കൈമാറിയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോകുന്നത്. ഒരു ബൂത്ത് പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ വീട്ടിലെയും അംഗത്തിൻ്റെ പേരറിയുന്ന ആളാണ്. അത്രയും ദൂരമൊന്നും ഒരു നേതാവിനും എത്താനൊക്കത്തില്ല. അപ്പോൾ ആ നേതാവിൻ്റെ ആ ഒരു ജ്ഞാനബലം എന്ന് പറയുന്നത് പ്രവർത്തകൻ്റെ, ബൂത്ത് പ്രവർത്തകൻ്റെ മികവാണ്. ആ മികവ് പൊളിയാൻ അനുവദിക്കാനൊക്കത്തില്ല. അത്രയും പെർഫെക്റ്റ് ഒരു കാൻഡിഡേറ്റിനേക്കാൾ, ഒരു ലീഡറേക്കാൾ, മോദിയേക്കാൾ ബലവാനായിരിക്കണം ബൂത്ത് പ്രവർത്തകൻ. ചോർച്ചയൊട്ടും പാടില്ലാത്ത ഒരു ജോലിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ചോർച്ചകളൊന്നും ഉണ്ടാവില്ല. BJP കൂടുതൽ സീറ്റുകൾ ഉള്ളത് അവർ മേക്കപ്പ് ചെയ്ത് വരും എന്ന് തന്നെയാണ്. ആകെ ഒരു 50 ബൂത്തുകളിലാണ് അത് ചെറിയ ഒരു ഒരു വീക്ക്നെസ് കാണുന്നത്. അത് പക്ഷേ ബലപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞാൽ ഒരുപാട് ഏറ്റവും ഹൃദയബന്ധമുള്ളത് തിരുവനന്തപുരമാണ്. താങ്കളുടെ ഏറ്റവും സുഹൃത്തു കൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞാലെന്നല്ല, അല്ല, ഞാൻ അങ്ങനെ ഭംഗി വാക്ക് പറയാൻ നിൽക്കത്തില്ല. ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരം എന്നാൽ കഴിഞ്ഞ 34 വർഷമായിട്ട് പോറ്റുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് ബേസ് വോട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അവരുടെ നേതാക്കളെ ആരെയും നിർത്തുന്നത് തന്നെയാണ് അവരുടെ ആവശ്യവും അവരുടെ നല്ലതും അത് തന്നെയാണ്. പക്ഷേ കൂടുതൽ മേഖലകൾ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. അത് യാദൃച്ഛികമായിട്ട് മാത്രമാണ്
തൃശ്ശൂരിൽ 2019 സ്ഥാനാർത്ഥിയായി മറ്റൊരാൾക്ക് പകരം വന്ന് 14-15 ദിവസം കൊണ്ട് ആ ഒരു ബേസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. അത് എന്തിൻ്റെ പശ്ചാത്തലത്തിലായാലും പണിയെടുത്തവരുടെ എല്ലാം ബലമാണ് അതിൻ്റെ പശ്ചാത്തലം. ആ ബലം വർദ്ധിപ്പിച്ചാൽ നമുക്കത് നേട്ടത്തിലേക്ക് വരാവുന്ന അവസ്ഥയുള്ള ഒരു സീറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂരിനെ മനസ്സിലാക്കി, തിരുവനന്തപുരത്തെ മനസ്സിലാക്കുന്ന അത്രയുമല്ലെങ്കിൽ പോലും തൃശ്ശൂരിനെയും മനസ്സിലാക്കിയതനുസരിച്ച് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക, അതായിരിക്കും നമ്മുടെ പ്രാപ്തിയുടെ അളവുകോൽ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ വർക്കല്ല പ്രധാനം. ഇതേ ബൂത്ത് പ്രവർത്തകർ ഇനി ദൈനംദിന കാര്യങ്ങളിൽ അവരുടെ മനസ്സിലാക്കൽ ഒരു 6 മാസ കാലഘട്ടം എന്ന് പറയുന്ന അടിസ്ഥാനത്തിലെങ്കിലും അവരുടെ മണ്ഡലം പ്രസിഡൻറ്റുമാരെ അറിയിച്ച് അതിൻ്റെ ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ടുമായിട്ട് എങ്ങനെ മികവോടെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ എത്തുന്നുവോ അവിടെ മാത്രമാണിത് വളരെ ടാക്ട്ഫുള്ളായിട്ടും വളരെ ഡിലിജൻറ്റുമായിട്ടുള്ള ഒരു ഡെലിവറൻസിലേക്ക് വരും. അപ്പോൾ ഒരു 62 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമല്ല. ജയിച്ചു കഴിഞ്ഞ് പിന്നെ ആ പ്രവർത്തകർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പാർട്ട് ടൈം ജോബല്ല. വേറൊരു ജോബ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് പാർട്ട് ടൈം ജോബ്. ഇപ്പോൾ ഇത് ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ എനിക്കെൻ്റെ ഉപജീവനത്തിനുള്ള പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് കല തന്നെയാണ്. അത് എന്തായാലും തുടരും. അത് തുടരും. അതെ. അവസാനമായിട്ട് എപ്പോഴും ചില സ്ലോഗൻ മീൻസ് നമ്മൾ കഴിയണ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, അത്തരം എന്തെങ്കിലും ഒരു അങ്ങനെ തന്നെയാണ്. അത് അന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. അത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാനിങ്ങെടുക്കുക, അവരിത്തവണ തരും, തന്നിരിക്കും, ഞാൻ എടുത്തിരിക്കും. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം പറയുന്നു മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും തൃശ്ശൂരിന് ഇത്തവണ സുരേഷ് ഗോപിക്ക് ഒപ്പമാവട്ടെ നമ്മളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.